ഷൺമുഖം തിയേറ്ററിൽ മിന്നുമ്പോൾ ഒ.ടി.ടിയിൽ ഖുറേഷിയുടെ അട്ടിമറി, കാണികളുടെ എണ്ണത്തിൽ വൻ മുന്നേറ്റം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഇതൊരു കൊച്ചു ചാനലായതുകൊണ്ട് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഉറപ്പായിട്ടും വേണം. മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ബജറ്റും ക്യാൻവാസുമായി വന്ന ചിത്രമായിരുന്നു എമ്പുരാൻ. വലിയ വിജയം നേടിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി വന്ന ചിത്രം വലിയ പ്രീ റിലീസ് ഹൈപ്പോടെ ബഹുഭാഷകളിലാണ് തിയേറ്ററുകളിൽ എത്തിയത്. അഡ്വാൻസ് ബുക്കിംഗിലൂടെ തന്നെ അമ്പരപ്പിച്ച ചിത്രം ഓപ്പണിംഗിൽ റെക്കോർഡ് ഇട്ടിരുന്നു എന്ന് മാത്രമല്ല മുന്നോട്ടുള്ള യാത്രയിൽ മറ്റ് നിരവധി ബോക്സ് ഓഫീസ് റെക്കോർഡുകളും ചിത്രം സ്വന്തമാക്കി. എന്നാൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചത്. പിന്നീട് വിവാദങ്ങളും ചിത്രങ്ങളെ തേടിയെത്തി. ഇതൊക്കെയായാലും മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കളക്ഷൻ നേടുന്ന ചിത്രമായി എമ്പുരാൻ മാറി. ഏപ്രിൽ 24 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയായിരുന്നു ചിത്രത്തിന്റെ ഒ.ടി.ടി റിലീസ്. വൻ പ്രതികരണമൊന്നും ഒ.ടി.ടിയിലും ലഭിച്ചില്ലെങ്കിലും ധാരാളം പ്രേക്ഷകരെ ചിത്രത്തിന് ലഭിക്കുന്നുണ്ട്. സ്ട്രീമിംഗിന് പിന്നാലെയുള്ള രണ്ടാം വാരത്തിലും അത് തുടർന്നിട്ടുമുണ്ട്. ഇപ്പോഴിതാ അത് സംബന്ധിച്ച കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ഒ.ടി.ടിയിൽ കഴിഞ്ഞ ഒരു വാരം ഏറ്റവും കാണികളെ നേടിയ 5 സിനിമകളുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് എമ്പുരാൻ. പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയയിലൂടെയാണ് ലിസ്റ്റ്. ഏപ്രിൽ 28 മുതൽ മെയ് 4 വരെയുള്ള ആഴ്ചയിലേതാണ് ഇത്. ഇപ്രകാരം പ്രസ്തുത വാരത്തിൽ 3,030,000 കാഴ്ചകളാണ് ഒ.ടി.ടിയിൽ ചിത്രം നേടിയിരിക്കുന്നത്. ജുവൽ ദി ഹെയ്റ്റ്സ് ബിഗിൽസ് ആണ് ഈ ആദ്യ സ്ഥാനത്ത്. നെറ്റ്ഫ്ലിക്സിലാണ് ചിത്രം രണ്ടാം സ്ഥാനത്ത്. ആമസോൺ പ്രൈം വീഡിയോയിലുള്ള തമിഴ് ചിത്രം വിക്രത്തിന്റെ വീരധീര ശൂരൻ ആണ് 4-ാം സ്ഥാനത്ത്. തെലുങ്ക് ചിത്രം മാഡ് സ്ക്വയറും നെറ്റ്ഫ്ലിക്സിലാണത്. 5-ാം സ്ഥാനത്ത് മേരാ ഹസ്ബൻഡ് കി ബീവിയും ജിയോ ഹോട്ട്സ്റ്റാറിലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക.